Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മംഗളവാർത്ത കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാംദാനായുടെ ജനനവും പരിച്ഛേദനവും നാമകരണവുമാണ് നമ്മുടെ ധ്യാന വിഷയം. യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സക്കറിയ പുരോഹിതന് ഓർസ്ലൻ ദേവാലയത്തിൽ വെച്ച് നൽകിയപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറുന്നത് നമുക്ക് ഈ രംഗത്ത് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ തന്റെ വാക്കുകളോടുള്ള വിശ്വസ്തതയാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മളെ സുവിശേഷകൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. തന്റെ വാക്കുകളിൽ അവിടുന്ന് വിശ്വസനീയനാണ്. പറയുന്നവ അവിടുന്ന് അക്ഷരം പ്രതി നിറവേറ്റുമെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണിത്. ദൂതൻ പറഞ്ഞിരുന്നു, സക്കറിയ പുരോഹിതനോട് പറഞ്ഞു, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, ആ അവസരത്തിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ വളരെയേറെ പേർ സന്തോഷിക്കും, ബന്ധുക്കളും അയൽക്കാരുമെല്ലാം. ആ സന്തോഷിക്കുന്ന രംഗമാണ് സുവിശേഷത്തിന്റെ ആരംഭത്തില് 1-ാം അധ്യായം 57-ഉം 58-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ബന്ധുക്കളും അയൽക്കാരും എല്ലാം ഏലീശുവായോടും സക്രിയായോടും ഒപ്പം സന്തോഷിക്കുകയാണ് അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചതിൽ. കർത്താവ് അവരുടെ വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്നാണ് അവർ വിളിച്ച് പ്രഘോഷിക്കുന്നത്. ദൈവത്തിന്റെ കാരുണ്യമാണ് ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന, ഈശോ തന്നെയാണ് ദൈവത്തിന്റെ കാരുണ്യം. വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാനും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പ്രകാശനമായിരുന്നു. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ ദൈവം കാരുണ്യവാനാണ് എന്ന് ആണല്ലോ. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ വഴിയൊരുക്കുവാൻ വേണ്ടി, ആ കാരുണ്യം തന്നെ മനുഷ്യനായവന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്ന യോഹന്നാനും ഈ കാരുണ്യത്തിന്റെ തന്നെ പ്രകാശനമായിരുന്നു. 69 മുതലുള്ള വാക്യങ്ങളിൽ ലൂക്കാ വിവരിക്കുന്നത് 8-ാം ദിവസം നടന്ന കാര്യമാണ്. യോഹന്നാന്റെ ജനനത്തിന്റെ 8-ാം ദിവസം അബ്രാഹത്തിന് നൽകിയിരുന്ന ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് യഹൂദരെല്ലാവരും പരിച്ഛേദനം സ്വീകരിക്കണമെന്നുള്ള നിയമമുണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ എപ്രകാരമാണ് അബ്രാഹം തനിക്ക് വാഗ്ദാന പ്രകാരം ലഭിച്ച, വാർദ്ധക്യത്തിൽ ലഭിച്ച ഇസ്ഹാക്കിനെയും പരിച്ഛേദനം ചെയ്യുന്നത് എന്ന് വിവരിക്കുന്നത് നമ്മൾ ആദ്യത്തെ വായനയിൽ കേട്ടല്ലോ. അവിടെയും അബ്രാഹം സാറാമാരും സക്കറിയ ഏലീശുവാമാരും തമ്മിലുള്ള ആ ഒരു സാധർമ്മ്യം നമ്മൾ സുവിശേഷ വിവരണത്തിന്റെ ആരംഭം മുതൽ കാണുന്നതാണ്. ദൈവത്തിന്റെ തിരുമുൻപില് നീതിനിഷ്ഠരായി ജീവിച്ചിരുന്ന ഈ ഇരു ദമ്പതികളും കർത്താവിന്റെ കൽപ്പനകൾ അന്യൂനം പാലിച്ച് ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രീഭൂതരായിരുന്നു. വാർദ്ധക്യത്തിലെത്തിയിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്ക് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് വാർദ്ധക്യത്തിൽ ഇസ്ഹാക്കിനെ ലഭിക്കുന്നത്, അബ്രാഹത്തിനും ഇവിടെ സക്കറിയായ്ക്ക് യോഹന്നാനെ ലഭിക്കുന്നത്. അങ്ങനെ ആ യഹൂദ നിയമം പാലിക്കുന്നതിന് വേണ്ടി, പരിച്ഛേദനത്തിന് വേണ്ടി ഇവർ ഒന്നിച്ചു കൂടുമ്പോൾ പാരമ്പര്യമനുസരിച്ച് നൽകപ്പെട്ടിരുന്നത് പിതാവിന്റെ പേരായിരുന്നു. നമ്മുടെ പാരമ്പര്യത്തിൽ ഗ്രാൻഡ് പേരൻസിന്റെ പേര്, വല്യപ്പന്റെ പേര് മൂത്ത കുഞ്ഞിന് നൽകുന്നത് പോലെ യഹൂദന് നൽകിയിരുന്നത് അപ്പന്റെ പേര് തന്നെയായിരുന്നു. മക്കളിലൂടെ അപ്പൻ തുടരുന്നു, അപ്പന്റെ ജീവിതം തുടരുന്നു, പിതാവിന്റെ ജീവിതം മക്കളിലൂടെ തുടരുന്നു എന്നുള്ള ആ ചിന്തയാണ് അതിന് കാരണമായിരുന്നത്. എങ്കിലും യോഹന്നാന്റെ കാര്യം വന്നപ്പോൾ സക്രിയായും ഏലീശുവായും പറഞ്ഞു, അല്ല, അവന് സക്രിയായും നല്ല വിളിക്കപ്പെടേണ്ടത് ആ രീതി അനുസരിച്ചല്ല, മറിച്ച് ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വാക്കാണ് നിറവേറേണ്ടത്, യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണമെന്ന് പറയുന്നു. അപ്രകാരം യോഹന്നാൻ എന്നുള്ള പേര് സക്കറിയ എഴുതി കാണിക്കുമ്പോഴേക്കും 9 മാസക്കാലം നിശബ്ദനായിരുന്ന, സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്ന സക്കറിയായിക്ക് നാവ് സ്വതന്ത്രമാകുന്നു. അദ്ദേഹത്തിന് വായു തുറന്നു. അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. 9 മാസക്കാലം സംസാരിക്കാൻ സാധിക്കാതിരുന്ന സക്കറിയ സംസാരശേഷി കിട്ടുമ്പോൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സ്തുതി ഏതാണ് എന്ന്, എപ്രകാരമാണ് സ്തുതിച്ചത് എന്ന് ദീർഘമായ ഒരു ഗീതം 68 മുതൽ 79 വരെയുള്ള വാക്യങ്ങളിൽ, സുവിശേഷത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗീതം എന്ന് പറയാവുന്നത് മറിയത്തിൻ്റെത് കഴിഞ്ഞാൽ പിന്നെ സക്കറിയയുടെ ഈ ഗീതമായിരിക്കും. മനുഷ്യാവതാരത്തിന്റെ ആ അർത്ഥം എന്താണ് എന്നും, എപ്രകാരമാണ് ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയിലൂടെ എന്നും, എപ്രകാരമാണ് രക്ഷയുടെ കൊമ്പ് ദാവീദിന്റെ ഭവനത്തിൽ ഉയർത്തുന്നത് എന്നുമെല്ലാം വ്യക്തമാക്കുന്നതാണ് സക്കറിയയുടെ ഈ ഗീതം. ദൈവം തന്റെ വാഗ്ദാനം, അബ്രാഹത്തിനും പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ ആ വാഗ്ദാനം, ആ ഉടമ്പടി അനുസ്മരിച്ചതിന്റെ ഫലമാണ്
ദൈവം അനുസ്മരിക്കുന്നു എന്നാണല്ലോ സക്രിയ എന്ന പേരിന്റെ അർത്ഥം തന്നെ. ദൈവം അത് അനുസ്മരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ രക്ഷകനെ അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷകന് മുന്നോടിയായിട്ടുള്ള യോഹന്നാനെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്രിയ ദൈവത്തെ സ്തുതിക്കുന്നത്. യോഹന്നാനെ നോക്കിക്കൊണ്ട് സക്രിയ പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, നീ അവന് മുൻപേ പോകും വഴിയൊരുക്കുവാൻ വേണ്ടി. എങ്ങനെ വഴിയൊരുക്കും? അനുതാപത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട്, പാപമോചനം ലഭ്യമാണ് ഈശോയിൽ എന്ന് പ്രസംഗിച്ചുകൊണ്ട് നീ വഴിയൊരുക്കുമെന്ന് പറയുകയാണ്. നീ പാപമോചനം ലഭ്യമാകുന്നത് ഈശോയിലാണ്. ഉയരത്തിൽ നിന്നുള്ള ഈ ഉദയസൂര്യൻ നമ്മെ സന്ദർശിക്കുന്നതാണ് ഈ മനുഷ്യാവതാരം. അത് ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ടാണ് അവൻ മനുഷ്യനായി അവതരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവൻ മനുഷ്യനാകുന്നത്? അന്ധകാരത്തിൽ കഴിയുന്ന, മരണഭയത്തിൽ കഴിയുന്ന നമ്മെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയും, അങ്ങനെ വിമോചിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടിയാണ് എന്ന്. ആത്യന്തികമായി സമാധാനം നൽകുവാനാണ് ഈശോ മനുഷ്യനായത്. ആ രഹസ്യം മുഴുവനും സക്കറിയ തന്റെ ഗീതത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. 9 മാസക്കാലം മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ സക്കറിയ പ്രഘോഷിക്കുകയായിരുന്നു. ആ വലിയ സന്തോഷം അണപൊട്ടി ഒഴുകുന്നത് അദ്ദേഹത്തിന്റെ ഈ സ്തുതി ഗീതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാനെ കുറിച്ച് എപ്രകാരമാണ് യോഹന്നാൻ തന്നെയും വചനമായ ഈശോയുടെ സ്വരമായി തീരുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ നമ്മൾ 2ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ ജനത ബാബിലോണിയൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ പ്രവാചകനായ യെശയ്യായിലൂടെ ദൈവം പറഞ്ഞു, ഇതാ രക്ഷ സമാഗതമായിരിക്കുന്നു, ഇസ്രായേലിനോട് സിയോനോടും പോയി പ്രഘോഷിക്കുക, ഇതാ നിന്റെ രാജാവ് വരുന്നു, ഇടയനായിട്ട് അവൻ വരുന്നു, തന്റെ ആടുകളെ തോളിലേറ്റി മാറോട് ചേർത്ത് വളർത്തുന്ന ആ ഇടയൻ വരുന്നു. അതിനുവേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പറയുന്നത്, മരുഭൂമിയിൽ ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, അവന്റെ പാറ നേരെയാക്കുവിനെന്ന്. ഇതേ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് സുവിശേഷകന്മാർ 4 പേരും യോഹന്നാൻ മാംദാനായി അവതരിപ്പിക്കുന്നത്. ഈ മരുഭൂമിയിൽ ഉയർന്ന സ്വരം, യെശയ്യാ നബിയ പറഞ്ഞ മുൻകൂട്ടി അറിയിച്ച ആ സ്വരം, അത് യോഹന്നാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാര് ഈ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ പറയും, ദൈവത്തിന്റെ സ്വരം ത്തിന് വേണ്ടി എഫ്രൈം പിതാവ് പറയുകയാണ്, ഈ വചനമായി ഈശോയെ പ്രഘോഷിക്കുവാൻ വേണ്ടി വന്ന ദൈവത്തിന്റെ സ്വരമാണ് യോഹന്നാൻ മാംദാന എന്ന്. ഈശോയെ വചനമായിട്ടാണല്ലോ ലൂക്കായും യോഹന്നാനുമൊക്കെ അവതരിപ്പിക്കുന്നത്. ആദിയിൽ ഉണ്ടായിരുന്ന ആ വചനം, ദൈവത്തോടുകൂടിയായിരുന്ന ആ വചനം, ദൈവമായിരുന്ന ആ വചനം, ആ വചനമായ ഈശോയെ പ്രഘോഷിക്കുവാൻ വേണ്ടി വന്ന ദൈവത്തിന്റെ സ്വരമാണ് യോഹന്നാൻ മാംദാന എന്നാണ് പൗരസ്ത്യ സഭാപിതാവായ അപ്രയം പറയുക. ദൈവത്തിന്റെ ഉടമ്പടിയോടുള്ള വാഗ്ദാനത്തിന്റെ ആ ഉറപ്പാണ്, ആ അനുസ്മരണമാണ്, ഓർമ്മിക്കലാണ് ഈശോയുടെ ജനനത്തിന് കാരണമായതും യോഹന്നാനെ അയക്കുന്നതിന് കാരണമായതെന്നും അലക്സാൻഡ്രിയയിലെ സിറിൽ എന്ന സഭാപിതാവും പറയുന്നുണ്ട്. ദൈവിക വിശ്വസ്തതയുടെ പ്രകാശനമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞനായ, പ്രമുഖ ദൈവശാസ്ത്രജ്ഞനായ, ആദിമസഭയിലെ ദൈവശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്ന ഒറിജൻ ഈ യോഹന്നാന്റെ ജനനത്തെയും ഈശോയുടെ ജനനത്തെയും കാണുന്നത്. ദൈവത്തിന്റെ കാരുണ്യമാണ്, കൃപയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം, നിദാനമായി നിൽക്കുന്നത് എന്നാണല്ലോ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ വിളിയെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് പൗലോസ് ശ്ലീഹ പറയുമ്പോൾ, നമ്മൾ വിജ്ഞാനികളോ ബുദ്ധിമാന്മാരോ ശക്തരോ കുലീനരോ ആയിട്ട് ആരുമില്ലല്ലോ. എന്തിനു വേണ്ടിയാണ് ദൈവം ഭോഷന്മാരെയും അശക്തരെയും നിസ്സാരരെയും അവഗണിക്കപ്പെട്ടവരെയും തിരഞ്ഞെടുക്കുന്നത്, വിളിക്കുന്നത് എന്നും പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ദൈവത്തിന്റെ മുൻപിൽ ഒരു മനുഷ്യനും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം നിദാനം, അടിസ്ഥാനം എന്നുള്ള ആ സത്യം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. ദൈവം താങ്ങുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉള്ളൂ, ദൈവത്തിന്റെ പരിപാലനയിൽ മാത്രമേ നമുക്ക് അസ്തിത്വമുള്ളൂ, ജീവിതമുള്ളൂ എന്നുള്ള ആ സത്യമാണ് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. അതുതന്നെയായിരുന്നു സക്രിയ എലീശമാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതുതന്നെയായിരുന്നു അബ്രാഹാം സാറാമാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതുതന്നെയായിരുന്നു യോഹന്നാന്റെ അനുഭവവും. ഈശോയുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഈശോയെ ചൂണ്ടിക്കാണിച്ച, ഈശോയ്ക്ക് വഴിയൊരുക്കിയ, ഈശോയിലേക്ക് അന്നത്തെ ജനത്തെ നയിച്ച ഈ യോഹന്നാൻ മാംദാന, അദ്ദേഹത്തിന്റെ ജനനം, ആ ദൈവിക വെളിപ്പെടുത്തല്, സക്രിയായിലൂടെ ഉണ്ടായ ആ വെളിപ്പെടുത്തല്, സക്രിയായുടെ ആ മാതൃക, ദൈവത്തെ സ്തുതിക്കുന്ന ആ മാതൃക, ദൈവിക രഹസ്യങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ട് അതിൽ നിന്ന് ഉയരുന്ന ആ ദൈവസ്തുതികൾ,
അത് നമ്മുടെയും അധരങ്ങളിൽ നിന്ന് ഉയരട്ടെ. ഈ പിറവിക്കാലത്തിനൊരുങ്ങുന്ന മംഗളവാർത്ത കാലത്ത് പിറവി തിരുനാളിനൊരുങ്ങുന്ന മനുഷ്യാവതാര രഹസ്യം ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ആ രഹസ്യത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്ന് നമ്മുടെയും അധരങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്തുതിഗീതങ്ങൾ ദൈവസ്തുതിഗീതങ്ങളായിട്ട് ഉയരട്ടെ. അങ്ങനെ ദൈവാനുഗ്രഹത്തിന് നമ്മളും പാത്രീഭൂതരായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.